ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ്. ട്രിപ്പ് പോകുന്നത് എവിടോട്ടാ? എറണാകുളം. എറണാകുളോ? എങ്ങോട്ടാ? കവര് കാണാൻ പോവാ. കവര് കാണാൻ പോവാ. കവര് കാണാൻ പോണതിന് മുന്നേ നമ്മൾ മലയാറ്റൂർ പോകുന്നുണ്ട്. ബാക്കി വിശേഷം അതെ, തീർത്ഥാടനത്തിൽ നിന്ന് തുടങ്ങുവാണ് ഞങ്ങൾ. എന്താ പുണ്യസ്ഥലങ്ങള്, ഭക്തിമാർഗത്തിലാണ് പോകുന്നത്. പുണ്യസ്ഥലങ്ങള് സന്ദർശിച്ചു കൊണ്ടുള്ള യാത്രയാണ്. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എങ്ങടാ പോണേന്ന് പോലും അറിയാൻ ഞങ്ങളോട് ഒരാളുണ്ട്. ആ ആളെ ഞാൻ കാണിച്ചു തരാം. ആള് ഭയങ്കര ഷൈ ആണ് കേട്ടോ. എങ്ങടാ പോണേ? എറണാകുളം ഇങ്ങോട്ടാണെന്നുള്ള ആണെന്ന് പോലും ആൾ അറിഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങളുടെ കോളേജിൻ്റെ അവിടെ നിൽക്കുവാണ്. ഞങ്ങളുടെ വണ്ടി എത്തിയിട്ടില്ല. നമ്മൾ കുറച്ച് റിച്ചാണ്. ഞങ്ങൾ കാറിലൊക്കെയാണ് പോണത്. എന്നും നമ്മൾ ബസ്സിലും സ്കൂട്ടിയിലും ബൈക്കിലൊക്കെയാണ്, എങ്ങനെയെങ്കിലൊക്കെയാണ് പോണത്. നമ്മൾ കാറൊക്കെ എടുത്താണ് പോണത്. അപ്പം ബാക്കി പിന്നെ കാണിച്ചു തരാം. എനിക്ക് തരമാണോ അമിട്ട് മത്താപ്പ് എന്നാലും ഇന്നൊരു സന്തോഷം. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഭയങ്കര ഓവറാവുകയാണ് ഗ്ലാസ്സൊക്കെ വെച്ച്. അപ്പം ഞങ്ങൾ ഇപ്പോൾ ഒരു ഫുഡ് കഴിക്കാനായിട്ട് ഒരിടത്ത് വന്ന് നിർത്തി. മലയാറ്റൂരാണ്. ചേച്ചി അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. അതെന്താ ചേട്ടാ? അവിടെ പാർക്കിംഗ് അല്ലോടല്ല, ഞാൻ ആളാ പോണത്, വണ്ടിയല്ലേ പോണത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഇനി ചെന്ന് മെനു ഒക്കെ നോക്കണം. യൂഷ്വൽ മെനു നോക്കി തൃപ്തിയായാൽ മാത്രമേ കഴിക്കാറുള്ളൂ. അവിടെ ചെന്നിട്ട് ബാക്കി കാണിച്ചു. ബിഫോർ ദാറ്റ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ട് വ്യൂ. ഓക്കെ, നല്ലൊരു ഭയങ്കര വെയിലുണ്ട്, പക്ഷേ നല്ല നൈസ് വ്യൂ ആണ്. എന്താ, റോമിൻസ് ഫാമിലി റെസ്റ്റോറൻറ്റ്, അതാണ് പേര്. നല്ല രസമാണ്. ഇത് ചെസ് നമ്പർ 1, ചെസ് നമ്പർ 2, ചെസ് നമ്പർ 3, ഇനിയൊരു 4 അങ്ങോട്ട് പോകുന്നുണ്ട്. അവരെല്ലാവരും ബ്ലാക്കാണ് ഇട്ട. ഇതിൻ്റെ ഇന്റീരിയർ ഇതിനാണോ അറിയാൻ വയ്യ. ഇതാണ് നമ്മുടെ റൂംസ്. അപ്സ്റ്റേഴ്സിലൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ കാറ് കയറി ഇരിക്കുവാണ്. കയറുന്നതിന്റെ തിരക്കാണ്. ഫുഡ് കഴിക്കാൻ കയറി പറയായില്ല. എൻ്റെ പൊന്നോ, മനുഷ്യന് അവർ ഫസ്റ്റ് ടൈം ഇത് തുടങ്ങി എന്ന് വെച്ചാൽ ഇന്നലെയോ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് തുടങ്ങിയ കട. അവർക്ക് വലിയ ഐഡിയ ഇല്ലല്ലോ. അതുപോലെയായിരുന്നു അവർ പെരുമാറ്റം. ഞങ്ങളെ ഒരാളെ കയറ്റിയില്ല. രണ്ടുപേരും ഒരാളോ ബാത്റൂമിൽ ഇരിക്കുവാണോ? തിരിച്ചു പോവാ. അവിടെ പോയിട്ട് തിരിച്ചു മരം കേട്ടോ. അവ ഒന്നും അറിഞ്ഞില്ല തോന്നണേ. ഈ കാണുന്നത് മലയാറ്റൂർ ചേർച്ചിലോട്ടുള്ള എൻട്രൻസ് റോഡാണ്. എനിക്കിത് കാണുമ്പം മുമ്പ് കൊടൈക്കനാൽ പോയപ്പം ഗുണ കേവിൻ്റെ പരിസരമൊക്കെ കണ്ട ആ ഒരു ഓർമ്മയൊക്കെ വരുന്നു.
കോയിൻസിഡൻ്റലി എന്ന് പറയട്ടെ, ഞങ്ങൾ ഒത്തിരി പേര് ബ്ലാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, ബ്ലാക്ക് ഡ്രസ്സ്. ഇത്രയും പേര് ഒരു കാറിൽ നിന്ന് ഇറങ്ങി വരുന്നതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, ഒരു സ്കൂട്ടർ കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വഴിയിൽ വെച്ചിട്ട് റൈസ് ആവാണ്ട് ഒരിടത്ത് കയറ്റി വെച്ചിട്ട് പിന്നെ എല്ലാവരും കൂടി കാറിൽ പോന്നു. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ ഇത്രയും പേരും കൂടെ ഇറങ്ങുന്നത് എടുത്തേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മലയാറ്റൂരെത്തി. ഇപ്പം ഇത് കയറിക്കൊണ്ടിരിക്കുവാണ്. അത്യാവശ്യം നല്ല ദൂരം നടക്കാനുണ്ട്, കയറണ്ടെന്നാണ് വിചാരിച്ചത്. അപ്പം ഇമ്മാനുവലിന് അവിടെ പോയ നല്ല വ്യൂ ആണ്, കയറണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് നടക്കും, അങ്ങ് വരെ എത്തുമെന്ന് അറിയത്തില്ല. കാരണം ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മളെല്ലാവരും അത്യാവശ്യം ടയേർഡാവും. ഇപ്പം എന്തായാലും നടക്കുവാണ്. ഞങ്ങൾ കുറച്ച് പേര് താഴെ തന്നെ നിൽപ്പുണ്ടായിരുന്നു, ബാക്കി കുറച്ച് പേരാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേനും ഭയങ്കരമായിട്ട് മഴ പെയ്തു. അങ്ങ് മുകളിൽ എത്തിയവർ ഒത്തിരി നനഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓടി വന്ന് കാറിൽ കയറി, ബാക്കിയുള്ളവരും പിറകെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മഴയൊക്കെ നനഞ്ഞ് ആ ഒരു മഴയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ അടുത്ത് പോകുന്നത്. ഒരു സ്ഥലത്ത് വന്ന്, ഈ സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് ഞാൻ പറഞ്ഞു, എന്തോ മഹാഗണി എന്താണ് സംഭവം. അകത്തുള്ളത് ആനയുണ്ട്, പിന്നെന്തോ മാനുണ്ട്. ഇതൊക്കെയാണ് ഉള്ളിലുള്ള. ഇതൊരു കാടാണ്. മഴയൊക്കെ നനഞ്ഞ് കുളിച്ചാണ് പോണത്. ഇനി അവിടെ ചെന്നിട്ട് ബാക്കിയാണ് വിക്രമാദിത്യനും വേതാളവും. അതെ, അയ്യോ എന്റെ ഫോൺ ഒന്നും കാണാൻ പറ്റണ്ട. ഇതിനെക്കാളും നല്ലോണം നമ്മൾ തിരുവനന്തപുരം സൂയിൽ കാണുന്നതാണ്. പിന്നെ ഇത് വേറൊരു വൈബ്. സോ തിരുവനന്തപുരം സൂയിൽ വന്നിട്ടില്ലേ? ഇതിനെക്കാളും അവിടെ പിന്നെ മാനല്ലേ ഉള്ളൂ, ശരിക്കും മാന. ഇപ്പം ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരം സൂവിലുള്ളതിൻ്റെ ഒരു അംശം പോലും ഇവിടെ ഇല്ല. പക്ഷേ 70 രൂപയായിരുന്നു എൻട്രി ടിക്കറ്റിൻ്റെ ഫീയും. എന്നാലും നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചിങ്ങനെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി വർത്താനമൊക്കെ പറഞ്ഞ് കാട്ടിക്കൂടെ നടക്കുന്നതിൻ്റെ ഒരു വൈബ്, അതാണ് മുഖ്യം. അതാണ് പ്രധാനമായിട്ട് ഇതിൽ എൻജോയ്മെൻറ്റ് പാർട്ട് എന്ന് പറയുന്നത്. അത് പിന്നെ അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, സംടൈം ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ പ്ലേസ് യു ആർ ഇൻ ബട്ട് ഓൾ അബൌട്ട് ദ പീപ്പിൾ യു ആർ വിത്ത്. അപ്പോൾ ആ നല്ല മനുഷ്യർ നമ്മളോട് ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ സ്ഥലങ്ങളും താനേ ഇഷ്ടപ്പെട്ടു തുടങ്ങും. ആ വൈബും ഹാപ്പിനെസ്സൊക്കെ താനേ ഉണ്ടായിക്കൊള്ളും. ആൻഡ് ഹിയർ ഈസ് അവർ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ, വീഡിയോഗ്രാഫർ. ആൻഡ് ഹിയർ ഈസ് അവർ ഗ്യാങ്. ഇനി നമ്മൾ ആനയുടെ സംഗീതത്തിലേക്ക് പോവുകയാണ്. ആന കുത്താൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അല്ല, ആന കുത്താൻ വന്നാൽ നമ്മൾ നേരെ ഓടണം. ജോയല്ലേ, ഒരു പാമ്പ് കടിക്കാൻ വന്നാൽ എന്ത് ചെയ്യും? എങ്ങനെ ഓടണം? അല്ല, നേരെ ഓടണം. ആനയാണെങ്കിൽ നമ്മൾ വളഞ്ഞോടണം. ജീവനം കൊണ്ട് ഓടുക, അത്ര തന്നെ. ഓക്കെ, അപ്പം ആന കുത്താൻ വന്നാലും നമ്മൾ വളഞ്ഞോടണം. പാമ്പ് കടിക്കാൻ വന്നാലും നമ്മളിങ്ങനെ സ്ട്രൈറ്റിനോടണം. സിമ്പിൾ ടെക്നിക്സ്. ബൈ അപ്പുക്കുട്ടനല്ലല്ലോ? അല്ല, അപ്പുക്കുട്ടന് പറഞ്ഞു കൊടുക്കുന്നതാ മഹാദേവൻ. മഹാദേവൻ അല്ലല്ലോ, അതിലാരോ. അണ്ടർസ്റ്റാൻഡിങ് ബ്രദർ, നമ്മുടെ ലക്ഷ്മിക്കുട്ടി. എല്ലാരും പാർവതി വിളിക്കണ എന്താ? ഇത് പാറു, വയസ്സ് 21. അത് പാർവതി, ഇതും പാർവതി, അതും പാർവതി. എവിടെ പാർവതി? ആ പാറുവിനെ ഇവിടെ കൊണ്ടാക്കോ. പാറു ഇവിടെ ഒരു ഫോട്ടോ എടുക്കാം. അറ്റൻഡൻസ്. അതെ, പാർവതി 21.5 years old. കുറേ ആനകൾ ഇങ്ങനെ ഉണ്ട്. അതിനിങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് വളർത്തുന്നുണ്ട്. അപ്പം
21 വയസ്സാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും ചെറിയ ആന. അതിലാണെങ്കിൽ 21 വയസ്സുള്ള 21 വയസ്സുള്ള ആനയുടെ പേര് പാർവതി. ഞങ്ങളുടെ പാർവന് 21 വയസ്സ്. അങ്ങനെ അത് കഴിഞ്ഞ് വലിയൊരു ആനയുണ്ട്, അതിന് 53 വയസ്സുള്ളൊരു ഹരിപ്രസാദ്, അങ്ങനെ എന്തുവാണ് എൻ്റെ പേര്. പിന്നെ ഒരു നീലാണ്ടി സംതിങ്, അങ്ങനെ ഒരു ആന കൂടിയുണ്ട്. ഇത് നീലാണ്ടി അല്ല കേട്ടോ, പീലാണ്ടി ബാബുവോ അല്ല ബാബുവോ എന്തോ ഒരു പീലാണ്ടി അതുകൂടിയുണ്ട്. എന്താ പീലാണ്ടി ചന്ദ്രുവാണ്. അങ്ങനെ അഭിമന്യു 53 വയസ്സ്. ഐ തിങ്ക് അത് പീലാണ്ടിയാണെന്ന്. അഭിമന്യു കുറിയൊക്കെ തൊട്ടാ നിൽക്കുന്നത്, കാണാൻ പറ്റും. ഇതൊരു ട്രീ ഹൗസാണ്. അറ്റ് എ ടൈം 5 ആൾക്കാർക്കേ കയറാൻ പറ്റത്തുള്ളൂ. ഇറ്റ്സ് ലിമിറ്റഡ് ആണ്. ഇപ്പം നമ്മൾ എന്താ ബാത്തിങ് എലഫൻറ്റുകളെ ബാത്ത് ചെയ്യുന്ന ഇടമൊക്കെ ആനകളെ കുളിപ്പിക്കുന്ന ഇടത്തോട്ടാണ് പോകുന്നത്. ഒരു റിവറാണ്. സോ ദിസ് ഇസ് റിവർ വാക്ക് എന്നാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. പശു കോടയൊക്കെ കയറിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഫോണിൽ കാണാൻ പറ്റുമായിരിക്കും ചെറുതായിട്ട്. അവിടെ കാണുന്ന ഒരു ഫോഗ് ഉണ്ടല്ലോ, ഇത് കോടയാണ്. അന്നാറക്കണ്ണ ഓടിയോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ആറാട്ടുകടവിലോട്ടായിരുന്നു. നല്ലൊരു ഈവനിങ് ആണ്. എനിക്കിങ്ങനെ ഈ സ്കൈ ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ മുകളിലോട്ട് നോക്കുമ്പോഴത്തേക്കും കുറേ എയറോപ്ലെയിൻസ് ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ആ വെള്ളത്തിൽ കിടന്ന് കാണാനായിട്ട് നല്ല രസമായിരുന്നു. ഞങ്ങൾ വീണ്ടും മലയാറ്റൂർ വന്നു. നേരത്തെ ആ ചർച്ചിൽ ഫുള്ള് കയറാൻ പറ്റിയിട്ടില്ലായിരുന്നു, മഴയൊക്കെ പെയ്തതുകൊണ്ടും പിന്നെ ടൈമും ഇല്ലായിരുന്നു ബാക്കിയെടുത്ത് കയറാനൊക്കെ ആയിട്ടുള്ളതുകൊണ്ട്. അങ്ങനെ വീണ്ടും അവിടെ വന്നു. അപ്പം കുറച്ച് പേരങ്ങ് ചർച്ചിലോട്ട് പോയി, ബാക്കിയുള്ളവരിങ്ങനെ ചായയൊക്കെ കുടിച്ച് ഫുൾ അവിടെയൊക്കെ ഇങ്ങനെ കണ്ടു, ചുമ്മാ വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ നടക്കും. അവിടെ പോയിട്ട് ഇറങ്ങാനായിട്ട് ഒത്തിരി ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ആ നേരങ്ങളിൽ ഞങ്ങളിങ്ങനെ ചുമ്മാ ഇരുന്ന് പോയി ഒരു ചായ കുടിക്കും, പിന്നെയും വരും ചായ കുടിക്കും. ഇതിനിടയിൽ വീട്ടിലത്തേക്ക് എന്തെങ്കിലും വാങ്ങണമല്ലോ എന്ന് പറഞ്ഞിട്ട് വാങ്ങി. പിന്നെ ഞാനൊരു ക്യൂട്ട് ക്ലോ ക്ലിപ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അടിക്കല്ലേ ഇതാ എവനുണ്ടല്ലോ, അവൻ വീട്ടൊക്കെ കഴിയാറായി, ഇനി 1 വർഷം കൂടെ ഉള്ളൂ. എന്നിട്ട് ഇതാ ഇവിടെ നിന്ന് പറമ്പിന്ന് തീർന്നു ഭാഗ്യം. പോടാ പറമ്പിന്ന് ഇതാ ഓലപ്പടക്കല്ലോ എന്നെ പറയണ ഓലപ്പടക്കം പൊട്ടാസ് ഗണ്ണ് മേടിച്ചോണ്ട് നടക്കുക. പ്രായം അടുത്ത വർഷം ഇറങ്ങും, ബിടെക് കഴിഞ്ഞ് ജോലിക്ക് കയറും. അപ്പൊ ഞാൻ ഷൂട്ടിംഗ് ക്ലബിലൊക്കെ പോകും. അതെ ഹലോ ഗൈസ്, ഇത് എത്രാമത്തെ ഗൈസ് ആണെന്ന് എനിക്കറിയത്തില്ല, കാരണം ഇതൊരു വലിയൊരു വ്ളോഗായിരുന്നു. കാരണം ഹോൾ ഡേ നമ്മൾ ഇപ്പം ടൈം 1 മണി കഴിഞ്ഞു, 1:15. നമ്മൾ കാലടിയിൽ നിൽക്കുവാണ്. ഫുഡ് കഴിക്കാൻ ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ. കഴിച്ചു കഴിഞ്ഞു, വണ്ടിയിൽ കയറി ഇങ്ങനെ നമ്മൾ കവർ കാണാൻ പോവുകയാണ്. അപ്പം എന്തേ ഈ വ്ളോഗ് എടുക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പം ഞങ്ങൾ കാലടിയിൽ നിന്ന് നേരെ നമ്മൾ കൊച്ചിയിലോട്ട് പോവുകയാണ്, കുമ്പളങ്ങിയിലോട്ട് പോവുകയാണ്. അപ്പം ഞാൻ ഭയങ്കര ഒരു ആനയുടെ വ്ളോഗൊക്കെ കാണുന്ന ഒരാളാണ്. അപ്പോൾ ഞങ്ങളുടെ മെയിൻ പ്ലാൻ എന്ന് വെച്ചാൽ രാവിലെ മലയാറ്റൂർ പോകാം, അവിടെ നിന്ന് കവർ കാണാൻ പോകാന്നുള്ളതായിരുന്നു പ്ലാൻ. അപ്പോൾ ഇതിനിടയിൽ ഞങ്ങളുടെ ഒരു മിസ് അവിടെ ഉണ്ട്. അപ്പം പുള്ളിക്കാരത്തെ വിളിച്ചപ്പോഴത്തേനും നല്ല മഴയാണ്, എനിക്ക് കവർ കാണാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. അതിനുശേഷം ആനയുടെ വീഡിയോ കണ്ടപ്പോഴത്തേനും അവർ അത്രയും നല്ല ക്ലൈമറ്റിൽ പോയിട്ടും അവരിങ്ങനെ ഫ്ലോപ്പ് ആവും എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. നമ്മൾ ഭയങ്കര മഴയത്താണ് പോകുന്നത്. മഴ തോന്നിപ്പോൾ ഉണ്ട്, അവിടെ നല്ല മഴയാണെന്ന് തോന്നുന്നു. അപ്പം എന്നിട്ടും കാണാൻ പറ്റുമെന്നൊന്നും വലിയ ഉറപ്പൊന്നുമില്ല. ഞാനിങ്ങനെ ആ വ്ളോഗ് ആനയുടെ എല്ലാ വ്ളോഗും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ വ്ളോഗ് കൂടി കണ്ടപ്പോൾ പിന്നെ പറയണ്ട, ഭയങ്കരമായിട്ട് എനിക്ക് കാണുമെന്ന് ആഗ്രഹമുണ്ട്. നടക്കുമെന്ന് അറിയത്തില്ല, എന്തായാലും പോയി നോക്കാമെന്ന് വെച്ചു. ഇതുവരെ വന്നു. നമ്മൾ കവർ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പ്ലാൻ ചെയ്ത് തുടങ്ങിയതാണ്. കാരണം അതിന് മുന്നേ തന്നെ റീൽസൊക്കെ വന്നു തുടങ്ങുമല്ലോ, ഇങ്ങനെ കവറിൻ്റെ റീൽസ് വരും. ഞാൻ പ്ലാൻ ചെയ്യുവാണ്. അമ്പാടീസ് ദയർ, അഭിജിത്ത് ആൻഡ് പാർവീസ്. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്ത് തുടങ്ങിയതാണ്. ഭയങ്കര നോയ്സ് ആയിരിക്കും. ഫൈനലി നമ്മൾ കുമ്പളങ്ങിയിൽ എത്തിയിരിക്കുകയാണ്. കവരന്വേഷിച്ച്
കളറ് കാണാൻ വേണ്ടി ബയോലൂമിനസൻസ് കാണാനായിട്ട് പോവുകയാണ്. കാണുമായിരിക്കും, കണ്ടു കിട്ടുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. കുറച്ച് പേര് കവരന്വേഷിച്ച് മുന്നേ നടന്നിട്ടുണ്ട്, നമ്മൾ വേക്കേന്ന് നടക്കുക. എൻ്റെ മുഖമൊക്കെ അത്ര വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ലായിരിക്കും, ബട്ട് ഇത് എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ലായിരിക്കും. പക്ഷേ ഈ കവരെന്നുള്ളത് ഒരുപാട് ആൾക്കാരെ പോലെ ഞാനും കേട്ടത് +1 മറ്റേ +1 ഞാൻ പഠിച്ചപ്പോൾ, അല്ലെങ്കിൽ 10th +1 ആ ടൈമിൽ എന്തുവാണ് കുമ്പളങ്ങി ഇറങ്ങുന്നത്. അപ്പോഴാണ് ഞാൻ ഈ കവരിനെ കുറിച്ച് ഫസ്റ്റ് കേൾക്കുന്നത്. അപ്പോൾ ആ ടൈമിന് എന്താ +1 ബയോലൂമിനസൻസിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ, 2nd ചാപ്റ്റർ ആനിമൽ കിങ്ഡത്തിൽ. അപ്പം അങ്ങനെയാണ് ഈ ടീനോഫെറ അതിന്നാണ് ഇത് വരുന്നത്. അപ്പം അതിന് എന്തോ പ്രോപ്പർട്ടീസ് എന്തോ പറയപ്പോഴത്തേനും ബയോലൂമിനസൻസ് പറയുന്നുണ്ട്. അപ്പം അത് കാണാൻ പോവുകയാണ്. കാണുമെന്ന് അറിയത്തില്ല. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. ഡിസപ്പോയിൻറ്റഡ്, സോ ഡിസപ്പോയിൻറ്റഡ്. ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഇനി ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വേറൊരിടമുണ്ട്, അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. കവർ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും മനസ്സ് നിറയുന്ന രീതിയിലുള്ള ഒത്തിരി നല്ല മെമ്മറീസുമായിട്ടാണ് തിരിച്ചു വരുന്നത്. അടുത്ത കവർ എന്തായാലും ഒന്നിച്ച് പോയി കാണുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി നല്ല മെമ്മറീസും ഭയങ്കര ഒരു സന്തോഷം. ഒരു മുമ്പ് സ്കൂൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരപ്പം കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അതായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. വാരി പോറ വാഴ വീര സൂര വേട്ടയാട പോറ അങ്ങാള കാല പോറ വീശ മുട്ടി വാര കമുന്ന നിന്നാലെ മനക്കു പറ കൂട്ടിന പേരെ സിംഗൻ സിംഗൻ കുപ്പുറ കുടരാന കട്ടു ദിക്കുമാന പോറ ജട്ടു തക്കിടുക മർക്കവന യാര ദേവ ആടേ പോളേ तेरा से कल शिवराय Hi, I am Jimmy Carter. I am the CEO of Delva Steel, Texas. Samson, I am Mansoor, CEO. Oh, wonderful. Which one? India. ഇതായിരുന്നു ഞങ്ങളുടെ അവസാനത്തെ ക്ലിപ്പ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി. ഫോണിലൊന്നും ഇല്ലാത്ത ഒരുപാട് നല്ല മെമ്മറീസ് നമ്മുടെ മനസ്സിൽ അങ്ങനെ പതിഞ്ഞു കിടക്കുവാണ്. അങ്ങനെ നല്ല ഓർമ്മകളിലൂടെ ഈ ട്രിപ്പ് ഇങ്ങനെ അവസാനിക്കും.